എൻ്റെ സബ്ജക്റ്റ് ഇംഗ്ലീഷും അങ്ങനെ സോഷ്യൽ സ്റ്റഡീസൊക്കെ ഞാൻ പഠിപ്പിക്കാറ് ഹൈസ്കൂൾ ക്ലാസ്സിൽ. അത് ഇംഗ്ലീഷിൽ തന്നെ പറയുമ്പോൾ ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. പക്ഷേ എന്നാലും അങ്ങനെ നമ്മൾ ഈ കുളത്തിൽ പെട്ടാൽ നീന്താൻ പഠിക്കില്ല, അതുപോലെ പഠിച്ചതാട്ടോ. അവിടെ പോയി ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ സാധാരണ ഡെയിലി ഭൗതികപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിഷയങ്ങളാണ്. അത് നമ്മൾ പിന്നെ ജനിക്കണു, ജീവിക്കണു, മരിക്കണു. മാതാജി എപ്പോഴും പറയണ പോലെ കടമെടുത്തുകൊണ്ട് പറയണം കേട്ടോ. കുറേ കാര്യങ്ങൾ ഓരോരുത്തരുടെയും നമ്മൾ സാഹിത്യ മോഷണം എന്നൊക്കെ പറയും എഴുതുമ്പോൾ, അതേപോലെ പറയുകയാണ്. ഇപ്പോൾ ഇന, ഇരിപ്പിടം, അതുപോലെ പിന്നെന്താ ഒന്നുകൂടി പറഞ്ഞല്ലോ, അങ്ങനെയല്ല. നമുക്ക് ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന, ഇരിപ്പിടം. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജീവിതം വെറുതെ കളയുന്നത്. കളയാന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് വലിയൊരു കാര്യം എന്നുള്ള ഒരു രീതിയിലാണ് എല്ലാവരുടെയും പെരുമാറ്റം. ഇത് മാത്രമാണ് സ്വർഗം. അതായത് കൊതുവിന് ആ ജലത്തിൽ ഇരുന്ന അതിന് കാലം. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ സ്വാമി എപ്പോഴും പറയാറുണ്ട്, പിന്നെ ഈ നാളെ ഇപ്പോൾ ഇവിടെ സപ്താഹം സമാപിക്കുകയാണ്. നാളെ ഇത്രയും ദിവസം 7 ദിവസം കൊണ്ട് ഇത്രയും കേട്ടു പരിചയമൊക്കെ വളരെ ഭക്തിപൂർവ്വം എല്ലാവരും ഇവിടെ ഇരിക്കുകയാണ്, കൃഷ്ണ ഭക്തി ലയത്തിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് മഹാവിഷ്ണുവിനൊരു നമ്മളോടൊരു കൺസെഷൻ തോന്നി, ഒരു അനുകമ്പ തോന്നി. എന്നാൽ നേരിട്ട് ഈ ഭക്തന്മാരെയൊക്കെ നമുക്ക് നേരെ അങ്ങോട്ട് കൊണ്ടുപോകാം ഡയറക്റ്റായിട്ട്. എന്നിട്ട് പറഞ്ഞാൽ നാളെ ഫ്ലൈറ്റ് രാവിലെ ഒരു 10 മണിക്ക് ഇവിടെ എത്തണമെന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര പേര് പോവും? ഒന്ന് കയർത്താൻ പറ്റുമോ?